പാലായിൽ പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ പിന്തുണ അത് UDF-നാണ്. ആദ്യത്തെ ടേമിൽ ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകൾ ദിയ ചെയർപേഴ്സണാകും. കോൺഗ്രസ് വിമതയായ മായ രാഹുലാണ് വൈസ് ചെയർപേഴ്സൺ. നഗരസഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് കേരള കോൺഗ്രസ് എം പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നത്. ഷിനോജ് എസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, ആർക്കൊപ്പം എന്നുള്ളത് അറിയാനുള്ള വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. കുറേ ചരിത്ര നിമിഷങ്ങളാണ്. ഇത്രയും ചെറുപ്പമുള്ള ചെറുപ്പക്കാരി ചെയർപേഴ്സൺ ആകുന്നു. മാണി കോൺഗ്രസ് ആദ്യമായി പ്രതിപക്ഷത്തിരിക്കാൻ പോവുകയാണ്. ആര്യ, തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിട്ട് ഇന്നേക്ക് 12 ദിവസമാകുന്നു. ഈ 12 ദിവസവും നിരവധിയായിട്ടുള്ള ചർച്ചകളാണ് ഈ പുളിക്കക്കണ്ടം കുടുംബവുമായി UDF-ഉം അതുപോലെ LDF-ഉം ഒക്കെ തന്നെ നടത്തിയത്. പ്രത്യേകിച്ച് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ രംഗത്തിറക്കിക്കൊണ്ട് LDF-ഉം UDF-ഉം ഈ പാലാ നഗരസഭ പിടിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. UDF-നും LDF-നും കേവല ഭൂരിപക്ഷം ഇല്ലാതെ വന്നതോടെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ പിന്തുണ ഇല്ലാതെ ആർക്കും തന്നെ ഭരിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ UDF ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ വേഗത്തിൽ നടത്തി കൊണ്ടുപോയെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് UDF-ലെ തന്നെ ചില കൗൺസിലർമാർക്ക് ഈ പുളിക്കക്കണ്ടം കുടുംബത്തിന് കൈ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും തർക്കങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് ആദ്യം പരിഹരിക്കാനാണ് UDF നേതൃത്വം ആദ്യം ശ്രമിച്ചത്. അതായത് UDF-ൽ നിന്ന് ജയിച്ചു വന്ന കൗൺസിലർമാരെ അവരെ ആദ്യം വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പുളിക്കക്കണ്ടം കുടുംബവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് UDF നടത്തിയത്. അതേസമയത്ത് തന്നെ LDF-ഉം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള ചർച്ചകൾ പുളിക്കക്കണ്ടം കുടുംബവുമായി നടത്തി. ഒടുവിൽ ഇപ്പോൾ പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ പിന്തുണ അത് UDF-ന് ആണ് എന്ന നിർണായകമായ തീരുമാനത്തിലേക്ക് അവർ എത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുളിക്കക്കണ്ടം മുന്നോട്ട് വെച്ച പല കാര്യങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വ്യവസ്ഥകളുണ്ടായിരുന്നു. അതിൽ പലതും അംഗീകരിക്കാൻ UDF തയ്യാറായിരിക്കുന്നു. പക്ഷേ ചിലതൊക്കെ തന്നെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം ഷിനോജ് എസ് വിവരങ്ങൾ നൽകിയത്. പാലയുടെ ചരിത്രത്തിൽ ജോസ് കെ മാണി, അതായത് കേരള കോൺഗ്രസ് മാണി കോൺഗ്രസ് ആദ്യമായി പ്രതിപക്ഷത്തിരിക്കാൻ പോവുകയാണ്. ഈ സ്ഥാനലബ്ധിയിലൂടെ ദിയ പുളിക്കക്കണ്ടം വെറും 21 വയസ്സ് മാത്രമേ ഉള്ളൂ. പുതിയൊരു ചരിത്രം രചിക്കുകയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന ചരിത്രം.